പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം മുത്തുജി ഉണ്ട്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമസ്കാരം. നമസ്കാരം. നേരത്തെ സംരംഭങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഒരു എപ്പിസോഡിൽ സംസാരിക്കുകയുണ്ടായി. അതെ. അപ്പോൾ ഇനി അറിയേണ്ടത് ഇന്നത്തെ കേരളത്തിലെ കലാലയ ജീവിതങ്ങൾ, അത് സംരംഭകരെ വളർത്താൻ അധിഷ്ഠിതമാണോ? അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടം 90 ആരംഭത്തിലുള്ള കലാലയ കാഴ്ചപ്പാടല്ല ഇന്നുള്ളത്. വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. MBA മാർക്കറ്റിംഗ്, സെയിൽസ്, MBA അങ്ങനെ ലോജിസ്റ്റിക്സ്, അങ്ങനെ നിരവധി കോഴ്സുകൾ ഉണ്ടായിട്ടുണ്ട്, സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ. അപ്പോൾ ഈ തരത്തിൽ ഇന്നത്തെ കലാലയങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കുട്ടികൾ സ്മാർട്ടാണെന്ന് തോന്നുന്നു. അവർ ആർട്സ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും, ഞാൻ തന്നെ ഓൾഡ് സ്റ്റുഡൻസ് എന്ന നിലയിൽ നമ്മൾ കോളേജിൽ പരിപാടികൾ പങ്കെടുക്കാൻ പോകാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ സഹോദരങ്ങൾ വളരെ സ്മാർട്ടാണെന്ന് തോന്നുന്നു. പക്ഷെ അവരെ വേണ്ട രീതിയിൽ സമൂഹം ഉപയോഗിക്കുന്നില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. ആണ്. കാരണം വെച്ചാൽ ഒരു ചെടി നാം വളരുമ്പോൾ ആ പൂച്ചെടി നടന്ന, അല്ലെങ്കിൽ ആ തോട്ടക്കാരൻ, അല്ലെങ്കിൽ ആ വീടിൻ്റെ ഉടമസ്ഥൻ അതിന് കൃത്യമായിട്ട് പരിപാലിച്ച് വെള്ളമൊഴിച്ച് കഴിയുമ്പോൾ ആ ചെടി വളരുള്ളൂ, അത് കായ്ക്കുള്ളൂ. ഇവിടെ തോട്ടക്കാരൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉടമ എന്ന് പറയുന്നത്, അയാളുടെ കയ്യിലാണ് ഈ ചെടിയുടെ വളർച്ച. നമ്മുടെ പുതിയ തലമുറ ചെടിയായിട്ട് നാം കാണണം. അവർക്ക് വളരാനുള്ള വെള്ളവും വെളിച്ചവും നാം നൽകണം എന്ന് പറഞ്ഞ പോലെ, തോട്ടക്കാരൻ നൽകുന്ന പറഞ്ഞ പോലെ സമൂഹം അതിന് മുൻപോട്ട് വരണം. അധ്യാപകർ, എനിക്ക് തോന്നുന്നു ഇന്നത്തെ അധ്യാപകരും അക്കാദമിക് ലെവലിൽ പുറത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോഴ്സുകളെ സംബന്ധിച്ച് സ്റ്റഡി ടൂർ, എൻജിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ് എൻജിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫാക്ട് പോലത്തെ കമ്പനികളിലെ സന്ദർശനം, അവർക്ക് പ്രാക്ടിക്കലായിട്ടുള്ള നോളജ്. ഇനിയിപ്പോഴത്തെ ടെക്നോളജി, മൊബൈൽ, നിങ്ങൾക്ക് എന്തെടുത്തൊരു സാധനം ഗൂഗിളിൽ എടുത്തു കഴിഞ്ഞാൽ അപ്പം അറിയാൻ പറ്റും. ഇപ്പോൾ AI ടെക്നോളജി വന്നു. അപ്പോൾ ഇന്ന് സാധ്യതകൾ കൂടുതലാണ്. അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ മൊബൈൽ ടെക്നോളജിയെ ഒരു വികസനത്തിനും ഒരു വിനാശത്തിനും ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ പറയുന്നത് നമ്മൾ ഈ വാട്സാപ്പും ഇതൊക്കെ ഉപയോഗിക്കണം, പക്ഷെ അത് ഈ ഗോസിപ്പുകൾക്കായി ഉപയോഗിക്കരുത്. അത് ക്രിയേറ്റിവിറ്റിക്കായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ സിനിമാ രംഗം, ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടം സിനിമാ രംഗം വളരെ മോശമാണെന്നൊക്കെ പറയുന്നു. ഇന്നത്തെ ചില പ്രശ്നങ്ങൾ, എത്ര ആളുകൾ, അതൊരു കലയല്ലേ, സിനിമയിൽ അഭിനയിക്കുന്നു, സിനിമയിൽ നടനാവുന്നു, അല്ലെങ്കിൽ സംഗീതം എഴുതുന്നു. അപ്പോൾ ഓരോ മേഖലയിലും ഇന്ന് മ്യൂസിക്. അപ്പോൾ ഇതൊക്കെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുമ്പോൾ ഈ നാട്ടിൽ ജോലി സാധ്യത വളരെ ഉണ്ട്. അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഇന്ന് തലമുറയ്ക്കുണ്ട്. ഇപ്പോൾ സ്കൗട്ട്സ്, ഗൈഡ്സ്, NCC ഇതൊക്കെയുണ്ട്. അതൊക്കെ ആ ക്യാമ്പുകളൊക്കെ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിഫൻസ് രംഗത്തേക്ക് പോകാൻ NDA പോലത്തുള്ള കോഴ്സുകൾ എഴുതാനൊക്കെ സാധിക്കും. വലിയൊരു മാറ്റം, വിപ്ലവകരമായ മാറ്റം ടെക്നോളജിയിലൂടെ വന്നിട്ടുണ്ട്. അത് കലാലയങ്ങളും വലിയ മാറ്റങ്ങളുണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇപ്പോൾ ഉണ്ടാകാൻ പാടില്ലാത്ത ഈ മയക്കുമരുന്ന് ഒരു ഭീകരനായി കടന്നുകൊണ്ട് കലാലയങ്ങളിലേക്ക് ഈ നമ്മുടെ അനുജന്മാരെയോ അനുജത്തിമാരെയോ കൊത്തിക്കീറുവാനുള്ളൊരു കഴുകനായി വരുന്നു എന്നുള്ളത് സമൂഹം ചെറുക്കേണ്ടത്. അതിൽ രാഷ്ട്രീയത്തിൽ പങ്കില്ലേ? ഉറച്ചൊരു ഭരണാധികാരം ഉണ്ടെങ്കിൽ, അത് അല്ലെങ്കിൽ ഉറച്ച ചിന്താശക്തിയുള്ള ആളുകളുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പോലീസ് സംവിധാനം, കൃത്യമായ പോലീസ് സംവിധാനം, ജനാധിപത്യത്തിൻ്റെ സംവിധാനം, പോലീസ്, ഇത് മൂന്നും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡ്രഗ്സിൻ്റെയും മാഫിയയുടെയും കൈകളിൽ കുട്ടികൾ പെടില്ല. സമൂഹം കണ്ണു തുറന്നു നിൽക്കണം ഇതിനെതിരെ. ഈ പോലീസും അല്ലെങ്കിൽ ഭരണകൂടം ഒരുമിച്ച് നിൽക്കുന്നില്ല എന്നാണോ താങ്കൾ പറഞ്ഞു? സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വൻ മാഫിയാണ് ഇത്. മാഫിയ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മാഫിയാണല്ലോ ഡ്രഗ്സ് കൺട്രോൾ ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾക്ക് വായിച്ചതും കേട്ടിട്ടുള്ളതല്ലേ. ഇതൊക്കെ ഡീൽ ചെയ്യുന്നത് നമ്മുടെയൊക്കെ ചിന്തകൾക്ക് അപ്പുറത്താണ്. ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇതിന് കണ്ണിയെ പിടിച്ച് കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ JP ഉൾപ്പെടെയുള്ളവർക്ക് ആരാണ് കൊടുത്തതെന്ന് അറിയാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്കൊരു ഫേക്ക് നമ്പറിൽ കോൾ വരും, നിങ്ങൾ ഇന്ന സ്ഥലത്ത് അവിടെ പൈസ ഇടൂ, ചിലപ്പോൾ പറയുന്നത് ഞാൻ ഒരു വേസ്റ്റ് ബില്ലിൽ അവിടെ കൊണ്ടിടുക, ഒരു 5 മിനിറ്റ് മുന്നേ കോൾ വരും,
പൈസ നിങ്ങൾ അവിടെ നിക്ഷേപിക്കുക. അപ്പോൾ കൊടുക്കുന്നതും പിടിക്കുന്നതും ആരാണെന്ന് കൊടുക്കാൻ മനസ്സിലാവുന്നില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇതിൻ്റെ ടോപ്പ് എവിടെ ഇരിക്കുന്നത് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് വലിയൊരു മാഫിയാണ്. ഇതൊരു നമ്മൾ പറയാം നിഷ്കളങ്കരും ക്രൂരരുമായ ആളുകളോടുള്ളൊരു യുദ്ധമാണിത്. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് നമ്മളുടെ ഇത്രയും വലിയൊരു സംവിധാനം ഇങ്ങനൊരു മാഫിയയുടെ തലവൻ്റെ അടുത്തേക്ക് എത്താൻ പ്രാപ്തരല്ല എന്നാണ്. അല്ലാതെ ലോകം തന്നെ, ലോകത്ത് നമുക്കറിയാം ഈ ഡ്രഗ്സ് വരുന്നത്, ഇപ്പോൾ വിദേശികളെ പല ആളുകളും ഇവിടെ പിടിച്ചിട്ടുണ്ട്. പണ്ട് കോസ്റ്റ് ഗാർഡ് ഒരു 1500 കോടി വരുന്ന പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥലത്തിൽ വളരെ അക്ഷീണമായ പ്രയത്നം ഇതിനു വേണ്ടി നടത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് തോന്നും ഒരു രോദനമായിട്ട്. ഇതിൽ ഞാൻ ഒരൊറ്റ കാര്യം, വ്യക്തി നന്നാവുക എന്നുള്ളതാണ്. ഓരോ വ്യക്തിയും, അതാണ് ഞാൻ മുന്നേ സൂചിപ്പിച്ചത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ചുറ്റുപാടിൽ ഏതെങ്കിലും ഒരു വിശ്വാസിയായിരിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ RSS പോലുള്ള പ്രസ്ഥാനത്തിൽ പോകുന്ന പ്രവർത്തകർ, അവിടെ ദേശസ്നേഹം പഠിപ്പിക്കുന്നു. ഇത് തെറ്റ്, ഇത് ശരി, ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ ഉള്ളത് ആണ്. പിന്നെ പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥ. ഇന്നെന്താണ്, അച്ഛനും അമ്മയും ജോലിക്ക് പോകും, അവർ വിദേശങ്ങളിൽ കിടന്ന് കഷ്ടപ്പെടും. ഇപ്പം നമ്മൾ പത്രത്തിൽ വായിക്കുന്നില്ലേ, അച്ഛനും ഇപ്പോൾ വന്ന പയ്യൻ്റെ അവസ്ഥ വായിച്ചില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ? എന്താ ചെയ്തത്? മുത്തശ്ശിയെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, സഹോദരങ്ങളെ കൊല്ലുന്നു, സഹോദരിമാരെ കൊല്ലുന്നു. ഈ ഡ്രഗ്സിൻ്റെ അത് ഒന്ന് ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ ഡ്രഗ്സിൻ്റെ ഒക്കെ കൊല്ലുന്നു. ഇപ്പം ഒരു കൊല്ലം നടത്തിയവർ 5 കൊല്ലം നടത്തിയവർ എത്ര കൊല്ലം നടത്തിയവർ അവർക്കൊന്നും എത്തിച്ചുള്ളൂ. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, ഇത്രയും പേരെ കൊല്ലുന്നു എന്ന് പറഞ്ഞപ്പോൾ ചോദിക്കാൻ വന്നൊരു ചോദ്യമാണ്, എത്ര പേരെ കൊന്നാലും നമ്മളുടെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു കുറ്റവാളിക്ക് നിഷ്പ്രയാസം ഒരു 4-5 വർഷം ജയിലിൽ കിടന്ന് വീണ്ടും തിരിച്ച് അവൻ അതേ കുറ്റകൃത്യം തന്നെയല്ലേ റിപ്പീറ്റായിട്ട് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ വളരെ ശക്തമാണ്. പക്ഷെ നിയമത്തിൻ്റെ കണ്ണുകളിൽ വെച്ച് നോക്കാൻ നേരത്ത് ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത്. കോടതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് തെളിവുകളാണ് വേണ്ടത്. ആ തെളിവുകൾ പല രീതിയിൽ മായ്ക്കപ്പെടുമ്പോൾ ആണ് അപരാധിയായിട്ടുള്ള ആൾ നിരപരാധിയായിട്ട് മാറുന്നത്, നിരപരാധി അപരാധിയായിട്ട് മാറപ്പെടുന്നു. അപ്പോൾ ഈ നിയമവ്യവസ്ഥയിൽ ഏതാണ് മാറ്റേണ്ടതെന്നുള്ളത് മാറ്റാം. ഇപ്പോൾ 1 കൊല ചെയ്താലും 5 കൊല ചെയ്താലും ശിക്ഷ കിട്ടാൻ പോകുന്നത് എന്താ? 20 കൊല്ലത്തെ തടവ്, 5 കൊല്ലത്തെ തടവ്. അപ്പോൾ അയാൾക്ക് 1 കൊല ചെയ്തുകൊണ്ട് 20 കൊല്ലം, പിന്നെ രണ്ടാമത്തെ കൊല്ലം 40 അങ്ങനെയില്ല. കാരണം മനുഷ്യായുസ് ഈ പറഞ്ഞ പോലെ ഇന്ന് 60, നമുക്ക് 70 കൂട്ടാം. പിന്നെ ഒരു തവണയെ തൂക്കിക്കൊല്ലാൻ പറ്റുള്ളൂ, 5 തവണ കൊല്ലാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഈ നിയമങ്ങളെ ഒരാളും നമ്മുടെ നാട്ടിൽ രാജ്യത്ത് ഇങ്ങനെ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഒരാളും കൊലപാതകമാകാൻ പാടില്ല, ഒരാളും പിടിച്ചു പറിക്കാനാകാൻ പാടില്ല, ഒരാളും ബലാത്സംഗത്തിൻ്റെ ഒരു കേസുമായി ബന്ധപ്പെടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നീതിന്യായ വ്യവസ്ഥയിൽ വളരെ കൃത്യമായ ബോധവൽക്കരണം നടത്തണം. ഇത് ചെയ്താൽ ക്രൂരമായ അല്ലെങ്കിൽ അപകടകരമായ ശിക്ഷകൾ ലഭിക്കും എന്നുള്ള ബോധം ഉണ്ടാക്കണം. പിന്നെ സ്ഥിരം കുറ്റവാളികൾ, ഇപ്പോൾ പറയുകയാണ്, അയാൾ പുറത്തുപോയി എത്രയോ ആളുകൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ജയിലിൽ പോകുമ്പോൾ അവർ ഭാവിയിൽ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം നിയമവ്യവസ്ഥയിൽ വേണം. ആൾ പുറത്തിറങ്ങിയാൽ കുറ്റം ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യതയുണ്ട്. ആൾ പുറത്തിറങ്ങി എന്തെങ്കിലും ചെറിയ കുറ്റം ചെയ്താൽ പോലും പിന്നെ അയാൾക്ക് ഒരിക്കൽ പോലും ജയിലിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത രീതിയിലുള്ള നിയമം കർക്കശമാണ്. അങ്ങനെ കർക്കശമായിട്ടുള്ള നിയമങ്ങളില്ലാത്തതല്ലേ ഇതിൻ്റെ കുറവ്? അല്ല, ഉണ്ട്. ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഒരു സ്ത്രീ ഒരു കൊലപാതക കേസിൽ പ്രതിയായി ജയിലിൽ കിടന്ന് വേറൊരു തടവുകാരിയെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. അവർക്ക് പരോള് കിട്ടിയെന്ന് പറയുന്നത്. എങ്ങനെ കിട്ടി? അതാണ് ചോദ്യം. ജനങ്ങളുടെ ചോദ്യമാണ്. നമ്മൾ എന്ത് കിട്ടി? അതൊരു ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. അവർക്ക് പരോളുകൾ നൽകുമ്പോൾ മാനദണ്ഡങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരെ മോണിറ്റർ ചെയ്യണം. അവർ അത് മോണിറ്റർ ചെയ്യുന്ന ഒരു വിദഗ്ധ സമിതിയെ വെച്ചിട്ട് വേണം മോണിറ്റർ ചെയ്യാൻ. അപ്പോൾ അത് ജുഡീഷ്യൽ സംവിധാനത്തിലുണ്ടാവും, അല്ലെങ്കിൽ സെക്രട്ടറി തലത്തിലുള്ള സംവിധാനം ഉണ്ടാവും, അല്ലെങ്കിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും. ഇതെല്ലാം ചേർന്നിട്ട് ഈ വ്യക്തി
ഇത്രയും കാലം ജയിലിൽ ജീവിച്ചപ്പോൾ നല്ല നടപ്പാണോ നടക്കുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഒരു പരിവർത്തനം, നല്ല കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലെത്തിയോ, സൈക്കോളജിക്കലായിട്ടുള്ള അവരുടെ ഇത് മാറിയോ എന്നൊക്കെ ചിന്തിച്ച് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട സഹോദരി ജയിലിൽ എന്താ പറയുക, തടവുള്ളിയാരെ ആക്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് പരോളും കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്ത ആളല്ലേ തെറ്റുകാരൻ? എന്തിനു ചെയ്തു? അപ്പോൾ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോ? സാമ്പത്തിക ലാഭമുണ്ടോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലാഭമുണ്ടോ? അതാണ് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ ആണ് തേടേണ്ടത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു വിശ്വാസിയാവണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു നല്ല രാഷ്ട്രീയക്കാരനാവണം, അല്ലെങ്കിൽ ഒരു നല്ല ഒരു പൊതുപ്രവർത്തകനാവണം. ഏതെങ്കിലും ആയാലേ നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം. മനുഷ്യൻ നന്നാവണം, തെറ്റുകൾ സ്വയം ചെയ്യാതെ ആവണം. ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.